ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സസിന്റെ മറ്റൊരു ലെക്ചറിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ലെക്ചർ വരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കും. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. റിലേഷൻ ആർ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ബൈ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ഈസ് നൈദർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. ഈ തന്നിരിക്കുന്ന റിലേഷൻ, അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ മേലാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്കൊരു റിലേഷനൊക്കെ ഡിഫൈൻ ചെയ്ത് തരും, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ അതിനെ ബേസ് ചെയ്തിരിക്കുന്നത്, അത് ഇവിടെ ഏത് സെറ്റിൽ നിന്നും എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ റിലേഷൻ പറഞ്ഞിരിക്കുന്ന സെറ്റിനെ നമ്മൾ അത്ര കുറച്ച് കാണാൻ പാടില്ല. ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ലോകത്തിലെ എല്ലാ റിയൽ നമ്പേഴ്സും വരും, ബോത്ത് റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്. ആ ഒരു വസ്തുത നിങ്ങളുടെ മൈൻഡിലുണ്ടല്ലോ, രജിസ്റ്റർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത് ഈ റിലേഷൻ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ, അതാണ് റിലേഷൻ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് എന്തെഴുതുന്നു? ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ റിയൽ നമ്പേഴ്സ് എടുക്കുന്നത്, റിയൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ റിലേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? എ ബി എന്ന് പറയുന്നത് റിലേഷനിലെ അംഗമാകണമെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാടാ? റിഫ്ലെക്സീവിൻ്റെ കാര്യം വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ ആണല്ലോ. ഞാനപ്പോൾ റാൻഡം ആയിട്ടൊരു എലമെൻറ്റ് എടുക്കുന്നു. ലെറ്റ് എ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ. അതായത് റിയൽ നമ്പർ സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് ഞാൻ എടുത്തു. ഓക്കെ, നിങ്ങൾക്കറിയാം ഏതൊരു എലമെൻറ്റ് എടുത്താലും ഇപ്പം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കും എപ്പോഴും എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ ആണല്ലോ. ഇപ്പം ഞാനിവിടെ എ ഈക്വൽ ടു 1 എന്നെടുത്തു വിചാരിക്കുക. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ, ഇത് ശരിയായി. പക്ഷേ ഞാൻ എ ഈക്വൽ ടു 2 എന്നെടുത്തു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ, അതും ശരിയായി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, ഇതും ശരിയായി. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്? നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും ഇതെല്ലാം, അതായത് റിഫ്ലെക്സീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ, അല്ലെങ്കിൽ ഈ റിലേഷൻ റിഫ്ലെക്സീവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന റിയൽ നമ്പേഴ്സ് 1, 2, 3 എന്നുള്ളതൊക്കെയാണ്. പക്ഷേ റിയൽ നമ്പർ സെറ്റിൻ്റെ അകത്ത് ഫ്രാക്ഷൻസ് കിടന്ന് കളിക്കുന്നുണ്ട്. ഫ്രാക്ഷൻ്റെ അകത്ത് ചില പ്രത്യേക ട്വിസ്റ്റുകളുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ ആണോടാ? ഞാനിവിടെ ഒരു കാര്യം എടുക്കട്ടെ. ഇതാ എ ഈക്വൽ ടു 1/2 എന്ന് ഞാൻ എടുത്തു. ഓക്കെ ആണല്ലോ. നമുക്ക് എപ്പോഴാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ ആണ് നമ്മുടെ റിലേഷനിൽ വരുന്നത്. അതായത് ഇവിടെ എ എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എന്താണ്? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ ആണ് എങ്കിൽ നമുക്ക് പറയാം 1/2, 1/2 എന്ന് പറയുന്ന ഓൾറെഡി പറയുന്നതിൻ്റെ അകത്ത് ഉണ്ട് എന്ന്. നിങ്ങൾ നോക്കിക്കേ, 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ എന്താണെടാ? 1/4 ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഫ്രാക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് a/b എന്ന ഫ്രാക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ വലുതാകും തോറും ആ ഫ്രാക്ഷൻ ചെറുതായിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ആ ഒരു വസ്തുത വെച്ച് നോക്കുമ്പോൾ 1/2 ആണോ 1/4 ആണോടാ വലുത്? 1/2 അല്ലേ? അതായത് ഇത് തെറ്റാണ്. അതായത് ആക്ച്വലി 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/4. ഇതാണ് ശരി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് 1/2 ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ. അതായത് 1/2, 1/2 ഞാൻ എയും ബിയും 1/2 ആയിട്ട് എടുത്താൽ, അതായത് 1/2, 1/2 എന്ന് പറയുന്നത് എവിടെയില്ല? നമ്മുടെ റിലേഷനിലെ അംഗം അല്ല എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അതേസമയം ഈ 1/2 എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലെ അംഗമാണ്. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫോർ ഈച്ച് എ ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എ ബിലോങ്സ് ടു റിലേഷൻ ആയെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? റിഫ്ലെക്സീവ് ആവുകയുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഈ ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും നോട്ട് റിഫ്ലെക്സീവ്. ഈ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, ഇനി നമുക്ക് സിമെട്രിക്കിൻ്റെ കേസ് നോക്കാം. ഈ റിലേഷൻ സിമെട്രിക് ആണോ അല്ലയോ നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞെടുക്കും. നമ്മൾ എന്താ തെളിയിക്കേണ്ടത്? ബി കോമ എയും ബിലോങ്സ് ടു ആർ ആണ് ഫോർ ഓൾ
എ കോമ ബി ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ അങ്ങനെ നോക്കുമ്പം ഇത് ഏത് റിയൽ നമ്പർ എടുത്താലും ഇങ്ങനെ തന്നെ വരണം. ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും ഇതങ്ങനെ വരണം. അവിടെയാണ് നമ്മുടെ ആ എൻഡ് പഞ്ച് അല്ലെങ്കിൽ ആ ട്വിസ്റ്റ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് 1,1 എന്ന് പറയുന്നത് എന്താണ്? ബിലോങ്സ് ടു ആർ ആണ്. അത് തിരിച്ചിട്ടാലും 1,1 ബിലോങ്സ് ടു ആർ ആയിട്ട് തന്നെ കിടക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ചില എലമെൻ്റ് എടുത്താൽ അവിടെ നമുക്ക് എന്താണ്, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, 1,2 എന്ന് പറയുന്ന നമ്മുടെ റിലേഷനിലുണ്ടോ? നമുക്ക് നോക്കാം. 1 <= 2² ആണെന്ന് നോക്കിയാൽ മതി. അതായത് 1 <= 4. ശരിയായിട്ടുള്ള വസ്തുതയാണ്. നമുക്ക് പറയാൻ പറ്റും 1,2 ബിലോങ്സ് ടു ആർ ആണ്. പക്ഷേ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന 2,1 നമ്മുടെ റിലേഷനിലുണ്ടോ? നിങ്ങൾ നോക്കിക്കേ, 2,1 റിലേഷൻ ഉണ്ടാവണമെങ്കിൽ 2 <= 1² ആയിരിക്കണം. അതായത് 2 <= 1 ആയിരിക്കണം. ഇത് തെറ്റായ ഒരു പ്രസ്താവനയല്ലേ മക്കളെ? അതായത് 1,2 ബിലോങ്സ് ടു ആർ ആയിരിക്കുന്ന അതേ സമയത്ത് 2,1 എന്തല്ല? റിലേഷൻ ഇല്ല. അതായത് ഈ ഒരു ഒറ്റ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതെന്തല്ല? സിമെട്രിക് അല്ല, നോട്ട് സിമെട്രിക് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ആരുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്, റാഷണൽസ് ഉണ്ട്, ഇറാഷണൽസ് ഉണ്ട്. അപ്പം എല്ലാ ആൾക്കാരും ഈ റിയൽ നമ്പർ സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്ത് ഏത് രണ്ട് എ ബി എടുത്താലും എ ബി ഉണ്ടെങ്കിൽ ബി എയും വരണം. ഈ റിലേഷനിലെ ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലെ ഏത് എലമെൻ്റ് എ എടുത്താലും എ എന്ന് പറയുന്ന എലമെൻ്റ് ആ റിലേഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത് സിമെട്രിക്കും റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാളെങ്കിലും, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം, ഒരാളെങ്കിലും ഇത് തെറ്റിച്ചാൽ ഇത് പിന്നെ ഒരിക്കലും എന്താവില്ല? റിഫ്ലെക്സീവോ സിമെട്രിക്കോ ഏതാണെന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻ ആവത്തില്ല. വ്യക്തമായിട്ട് മനസ്സിലായോ? അതാണ് കൗണ്ടർ എക്സാമ്പിളിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ കാർഡടച്ചിട്ട് ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ അങ്ങ് പോകുമ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കണം. ആ ചിന്ത നിങ്ങൾക്ക് വരണമെങ്കിൽ വ്യക്തമായിട്ട് ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ അത് ആരുടെ മേലാണ് ആ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് എന്ന വ്യക്തമായിട്ട് ധാരണ നിങ്ങൾക്കുണ്ടാകണം. ഓക്കെ ആണോ മക്കൾ? അപ്പോൾ ഇതെന്തല്ല? സിമെട്രിക് അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ജനറലൈസ് ചെയ്തല്ല ഇത് കാണിച്ചത്, കൗണ്ടർ എക്സാമ്പിൾ എടുത്താണ്. ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, പലപ്പോഴും ഇത് ഉള്ളതുപോലെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പർട്ടിക്കുലർ ഇപ്പോൾ റിഫ്ലെക്സീവോ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ തോന്നാം. അപ്പോൾ നമ്മൾ ആ ഡീപ്പായിട്ട് ചിന്തിക്കണം. കൗണ്ടർ എക്സാമ്പിളുകളാണ് ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഈ ചോദ്യം ക്രാക്ക് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് എങ്ങോട്ടാണ്? സെയിം ഈ ക്വസ്റ്റ്യൻ തന്നെ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എ കോമ ബി, ഇപ്പം നമ്മളോട് എന്താ പറയുന്നത്? എ കോമ ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ ആയാൽ നമ്മൾ തെളിയിക്കേണ്ടത് എ കോമ സി ബിലോങ്സ് ടു ആർ ഫോർ ഓൾ. അവിടെയാണ് ട്വിസ്റ്റ്. ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് തെളിയിക്കേണ്ടത്. മക്കളെ, ഇവിടെ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ <= b². ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? b <= c² എന്ന് കരുതി എ <= c² ആകണമെന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഏത് പോസിബിലിറ്റി എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുത വരുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്, അത് നോക്കിക്കോ മക്കളെ. ഇപ്പം 2,-2 എന്നൊരു എലമെൻറ്റ് ഞാൻ എടുത്തു. ഇത് എൻ്റെ റിലേഷനിലുണ്ടോ നമുക്ക് നോക്കാം. റിലേഷൻ ഉണ്ടാവണം എന്തായിരിക്കണം? 2 <= -2² ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 2 <= -2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. ഓക്കെ, 2 <= 4 എന്ന വസ്തുത ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? 2,-2 ബിലോങ്സ് ടു ആർ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ മറ്റൊരെണ്ണം എടുക്കുന്നു, -2,1. ഞാൻ എടുക്കുന്ന കൗണ്ടർ എക്സാമ്പിൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? കൗണ്ടർ എക്സാമ്പിൾ എടുക്കാൻ ഉള്ള നിങ്ങളുടെ കഴിവ്, പ്രോബ്ലം ചെയ്ത് തന്നെയാണ് അത് ആ ഒരു കഴിവ് നമ്മൾ നേടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പ്രോബ്ലം ചെയ്താലേ കിട്ടൂ എന്ന് കാലാകാലങ്ങളായി എല്ലാ ടീച്ചർമാരും പറയുന്നത്. പ്രോബ്ലം ചെയ്താൽ എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൗണ്ടർ എക്സാമ്പിൾ എടുക്കുന്ന ആർട്ട് നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുകയാണ്. അപ്പോൾ അതൊന്ന് ഊട്ടി മനസ്സിൽ ഉറപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. സെറ്റ്. അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കേ, -2,1 ഇതിൻ്റെ അകത്തുണ്ടോ നമുക്ക് നോക്കണം. -2
-2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണോ ചെക്ക് ചെയ്യുക. -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ പറഞ്ഞാൽ 1. ഇത് ശരിയാണ്. നെഗറ്റീവ് നമ്പറിനെക്കാട്ടിലും വലുതല്ലേ എപ്പോഴും പോസിറ്റീവ്. അപ്പോൾ -2, 1 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുണ്ട്. ഇപ്പോൾ എന്നാണ് എനിക്ക് സംഭവിച്ചത്? എനിക്ക് 2 എലമെൻറ്റ് കിട്ടി. ഇതാ നോക്കുക, 2, -2 ആൻഡ് -2, 1 ബിലോങ്സ് ടു ആർ എന്ന രീതിയിൽ കിട്ടി. ഓക്കെ ആണോ? സെറ്റാണോ? നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ഓർഡേഡ് പെയർ തീരുന്ന അതേ നമ്പറിൽ സെക്കൻഡ് ഓർഡേഡ് പെയർ തീരുന്നു. അത്തരത്തിലുള്ളതാണ് ഞാൻ ട്വിസ്റ്റായിട്ട് എടുത്തത്. ഇനി എൻ്റെ ചോദ്യം എന്താണ്? 2, 1 ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. അതാണ് എൻ്റെ മുമ്പിലുള്ള ചോദ്യം. 2, 1ൻ്റെ അകത്ത് ഉണ്ടാവണമെങ്കിൽ എന്താണ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആവണം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല, ഒരിക്കലും അല്ല. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2, 1. അപ്പോൾ ഇതും എന്തല്ല? തെറ്റാണ്. ദാറ്റ് മീൻസ് 2, 1 എന്ന് പറയുന്നത് ഒരിക്കലും എന്തില്ല? റിലേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് എന്ത് കിട്ടി? ഒരു പെയർ കിട്ടി. 2, -2 ആൻഡ് -2, 1 ബിലോങ്സ് ടു ആർ. ബട്ട് 2, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഈ ഒരു ഒറ്റ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട്, ഇതെന്താണ്? കൗണ്ടർ എക്സാമ്പിൾ ആണ്. നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത്? ഹെൻസ് ദ റിലേഷൻ ആർ ഈസ് നോട്ട് reflexive nor symmetric nor ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 6 ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു a + 1 ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന സെറ്റിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. എ എന്ന് ഞാൻ ആ സെറ്റിനെ വിളിച്ചു എന്ന് വിചാരിക്കുക. A = 1 2 3 4 5 6 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ്. നമ്മുടെ റിലേഷൻ എന്താണ്? എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് റിലേഷനിൽ ഉണ്ടാകണമെങ്കിൽ ബി എന്ന് പറയുന്നത് a+1 ആയിരിക്കണം. അതായത് ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് അതേ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതായിരിക്കണം. ഇവിടെ സിമ്പിളായിട്ട് പല രീതിയിൽ ജനറലായിട്ട് പ്രൂവ് ചെയ്യാം, അല്ലാതെ കൗണ്ടർ എക്സാമ്പിൾ മെത്തേഡിൽ നിങ്ങൾക്ക് പോകാം. എങ്ങനെയാണോ അത് നിങ്ങളുടെ ഇഷ്ടം. 2 രീതിയിലും നമ്മൾ ഇതുവരെ ചെയ്ത് വന്നപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 രീതിക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ആദ്യം ആ റിലേഷൻ എനിക്ക് എന്താണ് സെറ്റിബിലിറ്റി ഫോമിൽ തന്ന റിലേഷൻ ഞാൻ റോസ്റ്റർ ഫോമിലേക്ക് അങ്ങ് എഴുതുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കാം, a = 1 ആകുമ്പോൾ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 1 + 1 2 ആയിരിക്കും. a = 2 ആകുമ്പോൾ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 2 + 1 3 ആയിരിക്കും. a = 3 ആകുമ്പോൾ ബിയുടെ വാല്യൂ എന്തായിരിക്കും? 3 + 1 4 ആയിരിക്കും. a = 4 ആയാൽ ബിയുടെ വാല്യൂ 4 + 1 5 ആയിരിക്കും. a = 5 ആയാൽ ബിയുടെ വാല്യൂ 5 + 1 6 ആയിരിക്കും. a = 6 ആയാൽ ബിയുടെ വാല്യൂ 6 + 1 7 ആയിരിക്കും എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് എഴുതാൻ പോകരുത്. കാരണം നമ്മുടെ സെറ്റിൻ്റെ അകത്ത് 6 വരെയുള്ളൂ, 6 എലമെൻസേ ഉള്ളൂ, 6 വരെയുള്ള എലമെൻസേ ഉള്ളൂ. സോ ഇവിടെ കൊണ്ട് ആ റിലേഷൻ എന്തായി? തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? റിഫ്ലക്സീവ് ആണോ? ഇതാണ് നമ്മുടെ റിലേഷൻ. റിഫ്ലക്സീവ് ആണോ നോക്കാം. നോക്കിക്കേ, നിങ്ങൾ 1 ബിലോങ്സ് ടു എ ആണ്, പക്ഷേ 1 1 എന്നത് ഈ റിലേഷൻ്റെ അകത്തുണ്ടോ? 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. കഴിഞ്ഞു. അവിടെ ഇനി കൂടുതൽ വിസ്താരത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം, സമയം കളയാൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ത്? നോട്ട് റിഫ്ലക്സീവ്. ഈ റിലേഷൻ എന്തല്ല? റിഫ്ലക്സീവ് അല്ല എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം റിലേഷൻ നമ്മുടെ കയ്യിൽ ഇരിക്കുക. എന്ത്? റിലേഷൻ്റെ റോസ്റ്റർ ഫോം ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അത് നോക്കിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമെട്രിക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എടാ 1 2 എന്ന് പറയുന്ന എലമെൻറ്റ് റിലേഷനിലുണ്ട്. തിരിച്ചിട്ടാൽ കിട്ടുന്ന 2 1 ഈ റിലേഷൻ്റെ അകത്തുണ്ടോ? നിങ്ങൾ നോക്കിക്കുക, ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും 2 1 കാണുന്നുണ്ടോ? ഇല്ല. 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. കഴിഞ്ഞു. ഈ ഒരു ഒറ്റ എക്സാമ്പിൾ കൊണ്ട് ഇനി ആരൊക്കെ ഈ സിമെട്രിക്കിൻ്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഈ ഒരു ഒറ്റ എലമെൻറ്റ് എന്ത് ചെയ്താൽ മതി? ആ ഒരു കാര്യത്തിന് വിരുദ്ധമായി നിന്നാൽ നമുക്ക് അവിടെ പറയാനായിട്ടും പറ്റും നോട്ട് സിമെട്രിക് എന്ന്. ഇനി എന്താണ് മക്കളെ? ട്രാൻസിറ്റീവിൻ്റെ കാര്യം നോക്കിയാൽ മതി. ട്രാൻസിറ്റീവിൻ്റെ കാര്യം എടാ അതാ നോക്കിക്കേ, ഇവിടെ ഞാൻ 1 2 എന്നൊരു എലമെൻ്റ് എടുക്കുന്നു. ഇനി 2ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ? അതായത് ഫസ്റ്റ് ഓർഡേർഡ് പെയർ തീരുന്ന എലമെൻറ്റിൽ തുടങ്ങുന്ന മറ്റേതെങ്കിലും ഓർഡേർഡ് പെയർ ഉണ്ടോ? ഉണ്ട്. 2 3. അപ്പോൾ 1 2 ആൻഡ് 2 3 ബിലോങ്സ് ടു ആർ ആണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ ഇതിൻ്റെ അത് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? 1 3 ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലേ? പക്ഷെ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഈ റിലേഷൻ്റെ അകത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 1 3 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ റിലേഷനകത്ത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. 1 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഈ ഒരൊറ്റ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നോട്ട്
ട്രാൻസിറ്റീവ്. ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെക്ക് വെദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഷോ ദാറ്റ് എന്ന് പറയുന്നതും ചെക്ക് വെദർ എന്ന് പറയുന്നതും രണ്ട് സാഹചര്യമാണ്. ഷോ ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് ഇതാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി. ചെക്ക് വെദർ എന്ന് പറയുമ്പം നമ്മളത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത്രമേൽ കോൺഷ്യസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ചോദ്യം വായിക്കണം എന്ന് പറയുന്നത്. ആ ഷോ ദാറ്റ് എന്ന് പറയുന്നതും ചെക്ക് വെദർ എന്ന് വരുന്നതും രണ്ട് വാക്കിൻ്റെ വ്യത്യാസമാണെങ്കിലും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ ആണോടാ? അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് കിട്ടി. ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് എഴുതുന്നത്. അപ്പോൾ നമ്മൾ therefore R is not reflexive, not symmetric and not transitive എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് ക്വസ്റ്റ്യനെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ആണോ? സെറ്റ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ കൗണ്ടർ എക്സാമ്പിൾ വെച്ചല്ലാതെ മറ്റൊരു രീതിയിലും കൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്രൂവ് ചെയ്ത് പോകുന്ന രീതിയിൽ. ഇപ്പം ഞാൻ എടുക്കുന്നു ലെറ്റ് എ ബിലോങ്സ് ടു എ. എൻ്റെ എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ് 1 2 3 4 5 6 എന്ന് പറയുന്നതാണ്. ഓക്കെ ആണല്ലോ? ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം. എ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? എ ഈക്വൽ ടു A+1 ആയിരിക്കണം. എടാ ഒരു നമ്പർ ഒരു നമ്പർ എടുത്തു 2 എടുത്തു കഴിഞ്ഞാൽ 2 ഈക്വൽ ടു 2+1 ആവോ? ഇല്ല. ഒരു നമ്പർ ഒരിക്കലും അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറുമായിട്ട് ഈക്വൽ ആവില്ല. അപ്പോൾ എ ഈസ് നോട്ട് ഈക്വൽ ടു A+1 അല്ലേ? ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. നിങ്ങൾ ഇതിനകത്ത് ഏത് എലമെൻ്റ് എടുത്താലും എ നോട്ട് ഈക്വൽ ടു A+1 ആണ്. നോട്ട് റിഫ്ലെക്സീവ് എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? സിമെട്രിക്കിൻ്റെ കാര്യമാണ് ചെക്ക് ചെയ്യേണ്ടത്. സിമെട്രിക് ആണോ എന്നുള്ളത്. നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുന്നു. എ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബി ഈക്വൽ ടു A+1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബി കോമ എ ബിലോങ്സ് ടു ആർ ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ബി കോമ എ ബിലോങ്സ് ടു ആർ ആവണമെങ്കിൽ എന്തായിരിക്കണം? എ ഈക്വൽ ടു B+1 ആവണം. ഓൾറെഡി ബി ഈക്വൽ ടു A+1 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ എ ഈക്വൽ ടു B+1 ആവോ? ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും എ ഈക്വൽ ടു എന്തായിരിക്കും? B-1 ആയിരിക്കും. B+1 അല്ല, B-1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ബി കോമ എ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഇല്ല. അപ്പോൾ ഏത് ഫോർ ഓൾ നിങ്ങൾ ഏത് എ കോമ ബി ബിലോങ്സ് ടു എ എടുത്താലും ഇതിങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇതെന്തല്ല മക്കളെ? നോട്ട് സിമെട്രിക് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കിക്കേ, ട്രാൻസിറ്റീവിൻ്റെ കാര്യം ഞാൻ ചെക്ക് ചെയ്യുന്നു. എ കോമ ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? എ കോമ സി ബിലോങ്സ് ടു ആർ എന്ന് തെളിയിക്കണം. എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? ബി ഈക്വൽ ടു A+1. ബി കോമ സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? സി ഈക്വൽ ടു B+1. ഓക്കെ ആണല്ലോ? സി ഈക്വൽ ടു B+1. അതിവിടെ എഴുതാം. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാൻ സി ഈക്വൽ ടു ഈ ബിക്ക് പകരം ഞാൻ ഈ A+1 കൊടുത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. A+1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു A+1 + 1 2 എന്ന് വരും. അതായത് സി ഈക്വൽ ടു നിങ്ങൾക്ക് എന്താ കിട്ടിയത്? A+2 എന്നാണ് കിട്ടിയത്. അതായത് സി എന്ന് പറഞ്ഞാൽ എന്താണല്ല? A+1 ഈക്വൽ. ദാറ്റ് ഇംപ്ലൈസ് എ കോമ സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. കാരണം സി ഈക്വൽ ടു A+1 ആയെങ്കിൽ മാത്രമേ എ സി എന്ന പേര് നമ്മുടെ ഈ റിലേഷൻ്റെ അകത്ത് അംഗമാവൂ. ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? സി ഈക്വൽ ടു A+2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതെന്തല്ല മക്കളെ? നോട്ട് ട്രാൻസിറ്റീവ്. ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റും? ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു എക്ക് ഇതിങ്ങനെ തന്നെയായിരിക്കും. അപ്പം നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ ഞാനല്ല ഡിസൈഡ് ചെയ്യുന്നത് ഏത് രീതിയിൽ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായത് ഏത് രീതിയാണോ ആ രീതിയിൽ അവലംബിക്കാം. ഞാൻ പറയുന്നത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ നിർബന്ധം പിടിക്കാൻ പാടില്ല. ബീങ് എ മാത്തമാറ്റിക്സ് ടീച്ചർ ഐ ഷുഡ് ഗീവ് എ ഫ്രീഡം ടു തിങ്ക്. നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും എളുപ്പത്തിൽ പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എടാ നിങ്ങളുടെ ചിന്തയെ ഉണർത്താനുള്ള അവസരം ഞാൻ നൽകുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിലും നന്നായി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. തീർച്ച. മാത്തമാറ്റിക്സ് അങ്ങനെ കൈ പിടിച്ച് വലിക്കുന്ന സബ്ജക്റ്റ് അല്ല, നിങ്ങളെ കുഴപ്പിക്കുന്ന സബ്ജക്റ്റ് അല്ല. ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ യു വിൽ ബി ദ സ്റ്റാർ. നിങ്ങൾക്ക് ഹീറോ ആകാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ
ഇൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആറാണ് കേട്ടോ, ബോൾഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഷോ ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇവിടെ ദാ നോക്കുക, ഞാൻ എടുക്കുന്നു. ഞാൻ ആദ്യം റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാൻ പോകുന്നു. റിഫ്ലെക്സീവ് എൻ്റെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അതായത് പിന്നെ എ ബി ബിലോങ്സ് ടു ആർ ആവണമെങ്കിൽ എന്തായിരിക്കണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നു മക്കളെ? റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഞാൻ എടുക്കുന്നു ലെറ്റ് എ ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റാൻഡം ആയിട്ട് റിയൽ നമ്പർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എനിക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? എ എന്ന് പറയുന്നത് റിലേഷനിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്തായിരിക്കണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഏതൊരു നമ്പർ എടുത്താലും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ നമ്പർ തന്നെയായിരിക്കത്തില്ല. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 1.2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2, 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2, എല്ലാം ശരിയായിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? എ കോമ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു റിയൽ നമ്പർ എന്ന് പറയാനായിട്ട് പറ്റും. ദെയർഫോർ ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ് എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത എന്താണ് മക്കളെ നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യാണ്, നമ്മൾ പ്രൂവ് ചെയ്യാണ് സിമെട്രിക് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ എന്നെടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? എ കോമ ബി റിലേഷനിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് അല്ലേ? തിരിച്ചു വരുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ തിരിച്ചെഴുതുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ബി ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ മാത്രമല്ലേ എടാ ബി എ എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിനകത്ത് ഉണ്ടോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. ബി എ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാൻ പറ്റുന്നത് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന അർത്ഥം എന്താണ്? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നല്ലേ? അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ബി കോമ എ എന്ന് പറയുന്നത് എവിടെ ഇല്ല? ഈ റിലേഷനിൽ ഉണ്ടാവില്ല. ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക് എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ എടുക്കുന്നു ലെറ്റ് എ കോമ ബി ആൻഡ് ബി കോമ സി belongs to relation. ഓക്കെ ആണല്ലോ? എ കോമ ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ദ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. ഇത് ഞാനൊന്ന് ചേർത്ത് എഴുതിക്കോട്ടെ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ആ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ ഇവിടെ നമുക്ക് എയും സിയും കണക്ട് ചെയ്ത് എന്ത് പറയാൻ പറ്റും? എ വിൽ ബി ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. എടാ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കേ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നല്ലേ? ആ പറഞ്ഞ വസ്തുത തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെടുത്താലും ഫോർ ഓൾ എ കോമ ബി കോമ സി ബിലോങ്സ് ടു ആർ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ദെയർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ കോമ സി ബിലോങ്സ് ടു ആർ ആണ്, ആയിരിക്കും എന്ന് വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ദെയർഫോർ ഇത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? കാണിച്ചു. ദ റിലേഷൻ ആർ ഈസ് റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. അത്രയും നമ്മുടെ കാര്യമുള്ളൂ. അത് എഴുതി നിങ്ങളൊന്ന് അത് ലാസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ ഒന്ന് അങ്ങനെ കൂടെ എഴുതി വൈൻഡപ്പ് ചെയ്തിരിക്കുക. ദാറ്റ് ഈസ് ആർ ഈസ് ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് എന്ന് എഴുതി കാണിച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ കാര്യം കംപ്ലീറ്റ് വൈൻഡപ്പായി. നമ്മളൊരു കാര്യം തുടങ്ങി അത് പോയി അതായത് കൃത്യമായിട്ടുള്ള തുടക്കവും ഒടുക്കവും ഉണ്ടാവണം. തുടങ്ങി അത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് വിശദീകരിച്ച് കൃത്യമായിട്ട് ഒരു എൻഡിൽ കൊണ്ട് എത്തിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ്റെ ബ്യൂട്ടി വരുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഉള്ളിൽ ആൻസർ അറിയാം, നിങ്ങൾ ആൻസർ എഴുതി, പക്ഷേ എന്നിട്ട് നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന സാഹചര്യമില്ലേ? ദ വേ ഹൗ യു എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ, ആൻസർ ടു ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, നിങ്ങൾ എങ്ങനെയാണ് ആ ചോദ്യത്തിന് വേണ്ട ഉത്തരം ആ മാർക്കിന് അനുയോജ്യമായ രീതിയിൽ എഴുതുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആ മാർക്ക് വീഴുന്നത്. ഓക്കെ ആണല്ലോ? ആ ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനെയാണ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. മാത്തമാറ്റിക്സിന് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം നിങ്ങൾ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ പകർത്തി അല്ലെങ്കിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുമ്പം അത് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്. അവിടെ നിങ്ങൾ സ്പീഡാണ്. രണ്ട് അൽഗോരിതമാണ്. ഞാനിപ്പോൾ പറഞ്ഞ ബോർഡ് എക്സാം പെർസ്പെക്റ്റീവ്. ഇനി
കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ കീ സ്റ്റെപ്പുകളുണ്ട്, കീ പോയിന്റുകൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കണക്ട് ചെയ്താണ് ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പം മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ചുമന്ന ചോദ്യചിഹ്നം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, ആ ക്വസ്റ്റ്യൻ എക്സിക്യൂട്ട് ചെയ്യുന്ന വേ ആയിക്കോട്ടെ, രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ആ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചോദ്യത്തിലേക്ക് വരാം. ചെക്ക് വെദർ ദ റിലേഷൻ, ചെക്ക് വെദർ, ആ വാക്ക് മനസ്സിൽ സ്റ്റക്ക് ചെയ്യണം. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഇൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇസ് ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ സച്ച് ദാറ്റ് A less than or equal to B cube, reflexive, symmetric or transitive. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. A, B എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഓർഡേർഡ് പെയർ എലമെൻറ്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ A less than or equal to B cube ആയിരിക്കണം. നമുക്ക് ആദ്യം എന്ത് നോക്കാം? റിഫ്ലക്സീവിൻ്റെ കാര്യം തന്നെ നോക്കാം. ഓക്കെ ആണല്ലോ? ഞാൻ എടുക്കുന്നു ലെറ്റ് A belongs to set of all real numbers. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ A, A എന്ന് പറയുന്ന ഓർഡേർഡ് പേര് ഇതിൻ്റെ അകത്തുണ്ടോ എന്നാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പം A less than or equal to A cube, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ നമ്മളുടെ ചിന്തയിലേക്ക് വരും. കാരണം നമ്മളിവിടെ എന്താണ് 1 ഇപ്പോൾ 1, 1 എടുത്തു കഴിഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബാണ്. 2, 2 എടുത്ത 2 ലെസ് ആർ ഈക്വൽ ടു 2 ക്യൂബാണ്. അങ്ങനെ പോകും. പക്ഷേ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഫ്രാക്ഷൻസ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇവരൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. ഇവിടെ നമുക്ക് ഈ ബി ക്യൂബ്, ബി സ്ക്വയർ എന്നൊക്കെ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണോ, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ആണോ, അങ്ങനെയൊക്കെ വരുമ്പോൾ റിഫ്ലക്സീവിൻ്റെ അവിടെ നമ്മൾ കാല് തട്ടി വീഴുന്ന എവിടെയാണെന്നറിയോ? ഫ്രാക്ഷൻ നമ്പേഴ്സ് വരുമ്പോൾ. റിയൽ നമ്പേഴ്സിൻ്റെ മേലാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾക്ക് അവിടെ പ്രശ്നമായി വരുന്നത് ഫ്രാക്ഷണൽ നമ്പറാണ്. അപ്പോൾ നിങ്ങളൊരു ഫ്രാക്ഷണൽ നമ്പർ എടുത്ത് നോക്കുക. നമുക്ക് എപ്പോഴും ഡീൽ ചെയ്യാൻ എളുപ്പം 1/2 ആണ്. ഞാൻ A ഈക്വൽ ടു 1/2 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1/2, 1/2, 1/2 എന്ന ഓർഡേർഡ് പേര് ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. എന്തായിരിക്കണം? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ ക്യൂബ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 1/2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/8 ആണ്. കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ വലുതാകും തോറും ആ ഫ്രാക്ഷൻ ചെറുതാകും. അപ്പോൾ ഇത് ശരിയാണോ? ഇത് ശരിയല്ല. ആക്ച്വലി 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/8 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്താണ്? 1/2, 1/2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇനി ആരൊക്കെ ഈ റിയൽ നമ്പറിൽ ഉള്ള ബാക്കി എല്ലാ എലമെൻറ്റും, ഈ റിയൽ നമ്പർ ഫാമിലിയിലെ ബാക്കി എല്ലാവരും റിഫ്ലക്സീവ് സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 1/2, A ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ 1/2, 1/2 എന്ന ഓർഡർ പേര് ഇതിൻ്റെ അകത്ത് ഇല്ലാതിരിക്കുന്നിടത്തോളം ഇതെന്തല്ല? നോട്ട് റിഫ്ലെക്സീവ്. നിങ്ങളുടെ ചിന്തയെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ട്, ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ക്ലാസ് ലെക്ചർ തുടങ്ങിയ പറഞ്ഞ ക്വസ്റ്റ്യനിൻ്റെ ഐഡിയ മനസ്സിലായെങ്കിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ള കാര്യം പെട്ടെന്ന് രജിസ്റ്റർ ആവും. കുറച്ചുകൂടി മനസ്സിലേക്ക് ആ ചിത്രം തെളിഞ്ഞു വരും, ക്ലാരിറ്റി കിട്ടും. ഓക്കെ ആണല്ലോ? അടുത്തത് സിമെട്രിക്കിൻ്റെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സിമെട്രിക്ക് നമ്മൾ എന്തെടുക്കുന്നു? A, B. ലെറ്റ് A, B ബിലോങ്സ് ടു ദ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? A, B belongs to relation എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് മക്കളെ? A less than or equal to B cube ആയിരിക്കും. ഇനി B, A belongs to the relation ആണോ എന്ന് ചെക്ക് ചെയ്യണം. B, A ഇവിടെ എന്തായിരിക്കണം? B less than or equal to A cube ആയിരിക്കണം. ഓക്കെ ആണോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നോക്കിക്കേ. ഒരു എക്സാമ്പിൾ അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൗണ്ടർ എക്സാമ്പിൾ എടുത്താൽ മതി. 1, 2 എടുക്കാം. 1, 2 ബിലോങ്സ് ടു ആർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയതുകൊണ്ടല്ല, റിലേഷനിലെ അംഗമാവണമെങ്കിൽ എന്താണ്? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ക്യൂബ് ആവണം. ചിലർ അങ്ങനെ എഴുതും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ 2 ആണ്, അതുകൊണ്ട് 1, 2 ബിലോങ്സ് ടു ആർ എന്ന് എഴുതും. നമ്മുടെ ഫോക്കസ് ഔട്ടായി പോകുമ്പോഴാണ് അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക. ഇവിടെ എന്താണ്? 1, 2 ബിലോങ്സ് ടു ആർ ആവണം എന്നുണ്ടെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ് ആയിരിക്കണം. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആയിരിക്കണം. ആ പ്രസ്താവന ശരിയായതുകൊണ്ട് 1, 2 ബിലോങ്സ് ടു ആർ ആണ്. ഇനി 2, 1 അങ്ങനെയാണെങ്കിൽ 2, 1 ബിലോങ്സ് ടു ആർ ആയിരിക്കണ്ടേ? നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? 1 ക്യൂബ്. ദാറ്റ് ഇംപ്ലൈസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് ശരിയാണോ? അത് തെറ്റല്ലേ? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ എന്ന് പറയാനായിട്ട് സാധിക്കും.
സാധിക്കും. ആ ഒരൊറ്റ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് സിമെട്രിക് അല്ല എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പോൾ മക്കളെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ a ≤ b² അവിടെ ചെയ്തതുപോലെ തന്നെ ഒരു കൗണ്ടർ എക്സാമ്പിൾ എടുത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം നമുക്കിപ്പം അല്ലാതെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതാ അവിടെ നോക്കുക, a, b belongs to r and b, c belongs to r എന്ന് ഞാൻ എടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? a ≤ b³ ആൻഡ് b ≤ c³. ഓക്കെ ആണല്ലോ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? a ≤ c³ ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ചില എലമെൻസിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ എല്ലാ എലമെൻസിനും സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ നമുക്കത് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ റിലേഷനിലേക്കാണ് നമ്മുടെ കണ്ണോടിക്കേണ്ടത്. a ≤ b³ ആൻഡ് b ≤ c³. അതായതുകൊണ്ട് a ≤ c³ ആവണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള റിലേഷനുകൾ ട്രാൻസിറ്റീവ്, റിഫ്ലക്സീവ് ഒക്കെ കൈവിട്ട് പോകുന്ന എവിടെയാണെന്നറിയോ? ഫ്രാക്ഷണൽ നമ്പേഴ്സ് എടുത്ത് കൈകാര്യം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 3 നമ്പറുകൾ എടുക്കുകയാണ്. ആ നമ്പറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കുക, 3 എന്നൊരു നമ്പർ എടുക്കുന്നു, 3/2 എന്ന നമ്പർ എടുക്കുന്നു, 4/3 എന്ന 3 നമ്പർ എടുക്കുന്നു. ഇത് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഈ നമ്പർ എടുക്കുമ്പോൾ ഒരേ ഒരു കാര്യം, വസ്തുത ശ്രദ്ധിച്ചാൽ മതി. ആ വസ്തുത ഞാൻ പറയാം. നിങ്ങളിവിടെ നോക്കിക്കേ, 3,3/2 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇതാ നോക്കുക, 3 ≤ 3/2 ദ ഹോൾ ക്യൂബ് ആണോ നോക്കുക. 3 ≤ 3/2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.375 ആണ്. 3.375 ഇത് എന്താണ്? ശരിയായിട്ടുള്ള വസ്തുതയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3,3/2 belongs to r എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ നോക്കുക, 3/2, 4/3 നമ്മുടെ റിലേഷനിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ റിലേഷനിൽ വരുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? 3/2 ≤ 4/3 ദ ഹോൾ ക്യൂബ് ആയിരിക്കണം. എടാ 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1.5. 1.5 അല്ലേ? 4/3 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.37 ആണ്. 2.37 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 1.5 ≤ 2.37 എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഞാനിത് എടുത്തതിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതാ നോക്കുക മക്കളെ. ഇനി എന്താണ്? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3/2, 4/3 എന്ന് പറയുന്ന ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പോൾ നോക്കുക, 3,3/2, 3/2, 4/3 റിലേഷനിലുണ്ട്. ഇനി നമ്മുടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? 3,4/3 ഈ റിലേഷനിലുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനെന്തായിരിക്കണം? 3 ≤ 4/3 ദ ഹോൾ ക്യൂബ് ആയിരിക്കണം. ദാറ്റ് മീൻസ് 3 ≤ 4/3 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2.37 അല്ലേ? അത് ശരിയാണോ? അല്ല. ദാറ്റ് മീൻസ് 3,4/3 എന്ന് പറയുന്നത് ഈ റിലേഷനിൽ ഇല്ല. അപ്പോൾ ഈ ഒരൊറ്റ പെയർ ഓഫ് എക്സാമ്പിൾ കൊണ്ട് കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്പറുകൾ എടുക്കുന്ന രീതിയാണ്. ഓക്കെ, 3/2, 4/3 ആ നമ്പർ എങ്ങനെ സാർ എടുത്തു എന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടതാ ഈ റിലേഷൻ, അതായത് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇത് 2 എണ്ണം, അടുത്തത് ഇത് മുറിഞ്ഞു പോകുന്ന രീതിയിൽ, ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിൽ അങ്ങനത്തെ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഫ്രാക്ഷനെ പറ്റിയും ഡെസിമലിനെ പറ്റിയും പെട്ടെന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി ചെയ്യാൻ പറ്റുന്നത്. ഇത് കാണാപ്പാടം പഠിക്കുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത് മക്കളെ. ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് ഊർജ്ജം കൊണ്ടുകൊണ്ട് മറ്റു 3 നമ്പർ വെച്ച് നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയിച്ചു. സത്യം. ഓക്കെ, ആ ഒരു കാര്യമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് അടുത്ത. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ ചെക്ക് ചെയ്തു. ഇത് റിഫ്ലക്സീവ് ആണോ? ഇത് റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് അല്ല. സിമെട്രിക് ആണോ? സിമെട്രിക് അല്ല. ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് അല്ല. therefore വൈൻഡ് അപ്പ് ചെയ്യണം. therefore r is not reflexive nor symmetric nor ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഈ ക്വസ്റ്റിനെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1, 2, 3 given by r = 1 to 2, 1
ഈസ് സിമെട്രിക് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോട്ട് ട്രാൻസിറ്റീവ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ഹെൽപ്പ് പോലും ഇല്ല നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മക്കളെ നമുക്ക് സെറ്റ് തന്നിരിക്കുന്നു A = 1 2 3 എന്ന് പറയുന്നത്. ആ റിലേഷൻ്റെ റോസ്റ്റർ ഫോം ആണ് തന്നിരിക്കുന്നത്. ആ റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് രണ്ട് ഓർഡേഡ് പെയർ എലമെൻറ്റേ ഉള്ളൂ, 1 2 2 1. ഇപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ആദ്യം നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, 1 ബിലോങ്സ് ടു A ആണ്. 1 1 ഈ റിലേഷനിലുണ്ടോ? 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു R. therefore ഇനി നമ്മൾ ഒന്നും നോക്കണ്ട, therefore നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ്? സിമെട്രിക്. 1 2 എന്ന് പറയുന്നത് റിലേഷനിലുണ്ട് അല്ലേ? 1 2 റിലേഷനിലുണ്ടെങ്കിൽ 2 1 റിലേഷനിലുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, 2 1 മാത്രമേ ഉള്ളൂ. 1 2 2 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? ആ റിലേഷനുള്ള എല്ലാ എലമെൻറ്റും, രണ്ട് എലമെൻറ്റേ ഉള്ളൂ. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ട്, 2 1 ഉണ്ടെങ്കിൽ 1 2 റിലേഷനിലുണ്ട്. therefore നമ്മൾ എല്ലാം ചെക്ക് ചെയ്തു. എന്താണ്? ഇറ്റ് ഈസ് സിമെട്രിക് ആണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഞാൻ എന്തുകൊണ്ട് AB ബിലോങ്സ് ടു R ദെൻ BA ബിലോങ്സ് ടു R ഫോർ എവരി A, B ബിലോങ്സ് ടു എന്ന് എഴുതാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റോസ്റ്റർ ഫോമേ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റും എടുത്ത് വെച്ച് ചെക്ക് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്തേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സിമെട്രിക് തന്നെ അങ്ങ് എഴുതി വിടാം. ഇനി ട്രാൻസിറ്റീവ് നമുക്ക് ചെക്ക് ചെയ്യണം. എടാ 1 2 ആൻഡ് 2 1 ബിലോങ്സ് ടു R ആണ്. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ആ കോമൺ എലമെൻ്റ് ആയ 2-നെ, ഈ 2-നെ മാറ്റി 1 1 എന്ന് പറയുന്നത് റിലേഷനിലുണ്ടോ എന്ന് നോക്കണം. 1 1 ഉണ്ടോ? ആകെ 2 എലമെൻറ്റേ ഉള്ളൂ. ഓക്കെ, 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു R. therefore ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ the relation is not reflexive and transitive but it is symmetric എന്ന് എഴുതി വൈൻഡ് അപ്പ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ലെക്ചറിൽ ഈ എക്സസൈസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി കാണാം. അപ്പോൾ വീണ്ടും കാണും വരേക്കും വണക്കം. ടേക്ക് കെയർ. ബൈ.